എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മണവും ടേസ്റ്റും ഒക്കെയുള്ള ഒരു മുരിങ്ങയ്ക്ക സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചോറിൻ്റെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയും ദോശ, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടിയും നന്നായിട്ട് മാച്ചാവും. ആദ്യം നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള തുവരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അരക്കപ്പളവിൽ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുതിർത്തിട്ടൊന്നുമില്ല, കഴുകിയ ഉടനെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 6-7 അല്ലി വലിയ സൈസ് വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വേകണം. നന്നായിട്ട് വെന്താൽ മാത്രമേ സാമ്പാറിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെന്ത് കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക സാമ്പാർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വലിയ മുരിങ്ങയ്ക്ക ഇതേപോലെ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, കൂടെ 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ചെറിയ ഉള്ളിയാണ് മുരിങ്ങയ്ക്ക സാമ്പാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി 1/2 കപ്പ് അളവ് വെള്ളത്തിൽ കുതിർത്തെടുത്തു കൂടി വെച്ചിട്ടുണ്ട്. സാമ്പാർ ചെയ്യാൻ വേണ്ടിയിട്ട് കടായിക്കുള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 2-3 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും അതേപോലെ തന്നെ നന്നായിട്ട് വെന്ത് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മാഷായി കിട്ടണം. അതുവരെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ള് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് മതി. വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പിൻ്റെ തിക്നെസ്സിനനുസരിച്ച് പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർക്കാം. നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഈ സമയത്താണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മുരിങ്ങയ്ക്ക എണ്ണയിലിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മണവും ടേസ്റ്റും എല്ലാം പോകും. അതുകൊണ്ട് പച്ചയായിട്ട് തന്നെ ഇതിൻ്റെ അകത്തിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയാകും മുരിങ്ങയ്ക്കയുടെ വലിപ്പം അനുസരിച്ച് ഇതൊന്ന് വെന്ത് കിട്ടാൻ. മുരിങ്ങയ്ക്ക വെന്തതിന് ശേഷം വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക ചിലപ്പം വേകാതെ ഇരിക്കും. മുരിങ്ങയ്ക്ക വെന്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് സാമ്പാർ പൊടി, ഞാനിതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് മുറിച്ച് മുകളിൽ ഇതേപോലെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് നല്ല ടേസ്റ്റും മണവും ആയിട്ടുള്ള മുരിങ്ങയ്ക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടിയും നേരത്തെ പറഞ്ഞ പോലെ പൊറോട്ട, ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടിയും പെർഫെക്റ്റ് ആയിട്ട് മാച്ചാവും. ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം.